മദ്യലഹരിയിൽ KSU എറണാകുളം ജില്ലാ പ്രസിഡന്റ് കൃഷ്ണലാലും സംഘവും മർദ്ദിച്ചതായി പരാതി. KSU മലപ്പുറം ജില്ലാ സെക്രട്ടറി മുഹമ്മദ് നിയാസിനാണ് മർദ്ദനമേറ്റത്. ഫ്രറ്റേണിറ്റി മൂവ്മെന്റുമായി ബന്ധമുള്ള വിദ്യാർത്ഥിയെ യൂണിറ്റ് പ്രസിഡന്റാക്കാൻ ശ്രമിച്ചതാണ് മർദ്ദനത്തിന് കാരണം എന്നാണ് പരാതി. വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ആസിഫ് മുഹമ്മദാണ് ചേരുന്നത്. ആസിഫ്, മദ്യലഹരിയിൽ KSUവിന്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് മലപ്പുറം ജില്ലാ സെക്രട്ടറിയെ മർദ്ദിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത്? പോലീസ് കേസെടുത്തിട്ടുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെ? നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് കേസ് പോയിട്ടില്ല. കേസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷിക്കാണ് കേസിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയും മഹാരാജാസ് കോളേജിന്റെ മുൻ യൂണിറ്റ് പ്രസിഡന്റുമായ മുഹമ്മദ് നിയാസ് പരാതി നൽകിയിരിക്കുന്നത്. ഈ മഹാരാജാസ് കോളേജിലെ യൂണിറ്റ് കോൺഫറൻസ് ആയിരുന്നു ഇന്നലെ നടക്കുന്നത്. ആ ഒരു സമയത്ത് ഈ 5 വർഷം ഈ ക്യാമ്പസിൽ പഠിച്ചയാളെന്ന നിലയിലും മുൻ യൂണിറ്റ് പ്രസിഡന്റ് എന്ന നിലയിലുമാണ് ഈ നിയാസിനെ യൂണിറ്റ് കമ്മിറ്റി യോഗത്തിലേക്ക് ക്ഷണിച്ചത്. ആ ഒരു സമയത്ത് ഈ ഫ്രറ്റേണിറ്റി മൂവ്മെന്റുമായി അടുത്ത ബന്ധമുള്ള ഒരു വിദ്യാർത്ഥിയെ പുതിയ യൂണിറ്റ് പ്രസിഡന്റായി നിയമിക്കാൻ ജില്ലാ പ്രസിഡന്റ് ശ്രമം നടത്തി എന്നുള്ള കാര്യമാണ് ഇതിലുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതിനെ അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളടക്കം എതിർത്തു. കൂടുതൽ പരിചയസമ്പത്തുള്ള സീനിയർ യൂണിറ്റ് അംഗത്തെ യൂണിറ്റ് പ്രസിഡന്റാക്കി നിർദ്ദേശിക്കുകയും ചെയ്തു. അതിന് ശേഷം ഈ യോഗത്തിന് ശേഷമാണ് പിന്നീട് ജില്ലാ പ്രസിഡന്റ് കൃഷ്ണലാലും ജില്ലാ വൈസ് പ്രസിഡന്റ് അമറും അതുപോലെ തന്നെ സംഘടനാ ചുമതലയുള്ള ജില്ലാ ജനറൽ സെക്രട്ടറി കെവിൻ കെ പൗലോസും ചേർന്ന് ഇത്തരത്തിൽ നിയാസിനെ മർദ്ദിച്ചതായി പറയുന്നത്. അവർ ഈ ഒരു യൂണിറ്റ് സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. അതിനുശേഷം ഈ സമ്മേളനം കോൺഫറൻസ് കഴിഞ്ഞതിന് ശേഷം ക്യാമ്പസിന് സമീപത്ത് തന്നെ നിയാസ് നിൽക്കുന്ന സമയത്താണ് കാറിൽ വന്ന ഇവരുടെ ഒപ്പം വരാൻ പറഞ്ഞു. അങ്ങനെ കാറിൽ കയറ്റി കോളേജിന്റെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് എത്തിയതിനു ശേഷം മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു സമയത്ത് ഇവരുടെ വലിയ രീതിയിലുള്ള മദ്യം കഴിച്ച ഒരു സാഹചര്യമാണ് എന്നുള്ള കാര്യവും നിയാസ് പറയുന്നുണ്ട്. നീ എറണാകുളത്തെ കാര്യത്തിൽ ഇടപെടാ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു മോശമായി സംസാരിക്കുകയും പിന്നീട് മർദ്ദിക്കുകയും ചെയ്തത്. തനിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിലാണ്, അതുകൊണ്ട് ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല, താൻ ക്ഷീണിതനാണ് എന്ന് പറഞ്ഞുവെങ്കിലും എന്നാൽ ഈ കെവിനും സഫാനും അമർ മിഷനും ചേർന്ന് പുറകിൽ നിന്ന് ആക്രമിച്ചു. അതിന് ശേഷം പിന്നീട് ഈ ജില്ലാ പ്രസിഡന്റ് തന്നെ തന്റെ മുഖത്തടക്കം തുപ്പുകയും ചെയ്തു എന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് അലോഷിക്ക് നൽകിയ പരാതിയിൽ നിയാസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പോലീസിന് പരാതി നൽകിയിട്ടില്ല. കേസിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ് നിയാസ്. മാത്രമല്ല മഹാരാജാസ് കോളേജിലെ മുൻ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയായിരുന്നു ഈ മുഹമ്മദ് നിയാസ് എന്നുള്ളത്. ഏതായാലും വാർത്ത പുറത്തേക്ക് വന്നിരിക്കുന്നു. ഇനി പോലീസിന് കേസെടുക്കേണ്ടി വരില്ലേ? അതോ മുഹമ്മദ് നിയാസിന്റെ പരാതിക്കായി കാത്തിരിക്കുമോ പോലീസ്? ഒരുപക്ഷെ നിയാസുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നിയാസിനോട് നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ആ യോഗത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളടക്കം സംസാരിച്ചപ്പോൾ വിദ്യാർത്ഥി ചൂണ്ടിക്കാണിച്ചത് ഇത് സംഘടനാ തലത്തിൽ തന്നെ പരിഹരിക്കാനുള്ള ആഗ്രഹമാണ് തങ്ങൾക്ക് ഉള്ളത് എന്നാണ് ഈ വിദ്യാർത്ഥികളടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. പുതിയ യൂണിറ്റ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആളടക്കം ഈ ഒരു സംഭവം നടന്നതായും ഞങ്ങളത് സംഘടനാ തലത്തിൽ തന്നെ അത് പരാതി നൽകിയത് പരിഹരിക്കാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തതായിട്ടാണ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷെ ഇത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. ഈ KSU യൂണിറ്റ് സമ്മേളനത്തിൽ ഫ്രറ്റേണിറ്റി മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി അത്തരത്തിൽ യൂണിറ്റ് സെക്രട്ടറി ആക്കാൻ പ്രസിഡന്റാക്കാൻ ശ്രമം നടന്നു. അതിനെ എതിർത്തതാണ് ഈ ഒരു മർദ്ദനത്തിലേക്ക് എത്തിച്ചതെന്നും എറണാകുളത്തെ കാര്യങ്ങളിൽ മലപ്പുറത്തെ KSUക്കാരൻ നേരത്തെ യൂണിറ്റ് പ്രസിഡന്റ് ആണെങ്കിൽ പോലും ഇപ്പോൾ മലപ്പുറം ഭാരവാഹിയാണ്. അപ്പോൾ മലപ്പുറത്തെ KSUക്കാരൻ ഇടപെടേണ്ടതില്ല എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മർദ്ദനം ഉണ്ടായത് എന്നുള്ളതും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പയിൻ അടക്കം KSU സംസ്ഥാന തലത്തിൽ നടക്കുന്ന സമയത്താണ് KSUവിന്റെ ജില്ലാ പ്രസിഡന്റിനെതിരെ മദ്യലഹരിയിൽ മറ്റൊരു KSU നേതാവിനെ തന്നെ മർദ്ദിച്ചു എന്നുള്ള ഒരു പരാതി വന്നിരിക്കുന്നത്. ഉറപ്പായും KSUവിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് കരുതാമെന്ന് തോന്നുന്നു അല്ലേ? കാരണം കാര്യങ്ങൾ ഇത്രത്തോളമായിരിക്കുന്നു, മാധ്യമങ്ങളിലേക്ക് വാർത്ത വന്നിരിക്കുന്നു, വാർത്ത പുറത്തുവിടുകയാണ് നമ്മളടക്കമുള്ളവർ. അപ്പോൾ ഇതിൽ ഒരു നടപടിയിലേക്ക് KSU കടക്കും എന്ന് കരുതാമോ? സ്വാഭാവികമായും ഏതെങ്കിലും ഒരു സാധാരണ കേസുകാരനല്ല, ഒരു മുതിർന്ന നേതാവ് തന്നെ പറയാം. അതായത് മലപ്പുറത്തെ
ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ആൾ തന്നെയാണ് ഈ പരാതിയുമായി വന്നിട്ടുള്ളത് എന്നുള്ളതും, അതുകൊണ്ട് ഈ ഒരു പരാതിയിൽ നടപടിയെടുക്കാതിരിക്കാൻ കേസിന് കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഈ ആരോപണവിധേയരായ ആളുകൾ ജില്ലാ പ്രസിഡന്റ് KM കൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് അമർ മിശാല്, അതുപോലെ തന്നെ സംഘടനാ ചുമതലയുള്ള ജില്ലാ സെക്രട്ടറി കെവിൻ കെ പൗലോസ്, ജില്ലാ ജനറൽ സെക്രട്ടറി സഫ്വാൻ, എറണാകുളം അസംബ്ലി കമ്മിറ്റി പ്രസിഡന്റ് അമൽ ടോമി എന്നിവരാണ്. ഇവരാണ് ഈ ഒരു സമ്മേളനത്തിൽ നിന്ന് ഈ ഒരു അവർ പറഞ്ഞ ആളെ പ്രസിഡന്റ് ആക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഇറങ്ങിപ്പോവുകയും പിന്നീട് യൂണിറ്റ് സമ്മേളനം പുതിയ ഭാരവാഹികൾ തെരഞ്ഞെടുത്തതിന് ശേഷം വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതായാണ് പരാതി വന്നിരിക്കുന്നത്. ആസിം മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.